ഹായ്, നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മൊമോസ് ആണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ നമുക്കൊന്ന് കുക്കറിൽ വെച്ച് നമുക്ക് ഒരു ഫിസിലൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, വേവിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പുറകാലെ ചേർക്കാം. ഇത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കുക. അതിലേക്ക് നമുക്കൊരു 1.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒരു ഫിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് കുക്കറി വെച്ച് ആദ്യം ഒന്ന് ഫസ്റ്റ് നമുക്ക് വേവിച്ചെടുക്കുക. അതിന് ശേഷം അത് വേകുന്ന സമയത്തിന് ഞാനൊരു 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1.5 കപ്പാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ അത് ശകലം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഇത് ഒത്തിരി ഹാർഡായിട്ട് കുഴച്ചെടുക്കില്ല, സ്വല്പം നമ്മുടെ ഈ ഒരു പരുവത്തിൽ കിട്ടണം. അല്ല ഒത്തിരി ലൂസും ആയി പോലെ ഒത്തിരി ഹാർഡും ആയി പോകാതെ ഈ ഒരു പരുവത്തിൽ കിട്ടുക. അതിന് മുകളിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഐറ്റംസ് തയ്യാറാക്കാം. ഇത് സ്പ്രിംഗ് ഒനിയൻ ലീഫാണ്. ഇത് സ്പ്രിംഗ് ഒനിയനാണ്. ഇത് 2 പച്ചമുളക്, ഇത് മല്ലിയില, ഇത് 3 ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് അരമുറി സബോള, അരമുറി ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ എല്ലാം ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിക്കണേ. എല്ലാം ഇതുപോലെ തന്നെ അരിയണം. അപ്പോഴത്തേക്ക് നമ്മളത് അരിഞ്ഞ് വെച്ച സമയത്ത് നമ്മുടെ ചിക്കൻ ഒരു വിസിലടിച്ച് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലേക്ക് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രമേ. ഞാൻ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് ആദ്യം. എന്നിട്ട് മിക്സിക്ക് എത്തിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അരച്ചെടുക്കല്ലേ, പൾസ് ചെയ്ത് മാത്രമേ എടുക്കാവൂ. മിക്സിയുടെ ബാക്ക് ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പൾസ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. കാരണം നമുക്ക് മൊമോസിൻ്റെ അകത്ത് വെക്കാതെ നമുക്കിത് ചിക്കൻ ചവയ്ക്കണം. കാരണം അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു. ഒരിക്കലും ഇത് അരച്ചെടുക്കല്ലേ. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, മനസ്സിലായില്ലേ? ഈ ഒരു പരുവത്തിലാക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അരമുറി സബോള, നമ്മൾ കുഞ്ഞുഞ്ഞാണ്ട് അരിഞ്ഞ സബോള ഇട്ട് കൊടുത്തു. പിന്നെ സ്പ്രിംഗ് ഒനിയനാണ്, സ്പ്രിംഗ് ഒനിയനൂടെ ഇട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അരമുറി സബോള ഇട്ടത്. പിന്നെ 2 പച്ചമുളക്, അരമുറി ക്യാപ്സിക്കം നമുക്ക് ചേർക്കാം. ക്യാപ്സിക്കവും നമുക്ക് ക്യാരറ്റും നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഉപ്പ് നമുക്ക് എല്ലാത്തിനകത്ത് നമുക്ക് മിതമായിട്ടുള്ള ഉപ്പേ ചേർക്കാവൂ. കാരണം നമ്മൾ ഈ ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഉള്ളി കാര്യങ്ങൾ വഴറ്റുന്നതിനകത്ത് നമ്മൾ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് ഒരിക്കലും കൂടിപ്പോകല്ല. ഇനി ഉപ്പിൻ്റെ എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ തന്നെ നമുക്ക് ചട്നിക്കകത്ത് നമുക്ക് ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഓയിലിൽ കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് നമ്മുടെ ഈ ഒരു മൊമോസിൻ്റെ ഫില്ലിങ്ങിനകത്തായാലും വന്നാലും നമുക്ക് ലാസ്റ്റ് ചേർക്കാം. നമുക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ ലീഫാണ്. അത് ചേർത്ത് കൊടുത്തു. ഒരു സ്വല്പം സ്പ്രിംഗ് ഒനിയൻ ലീഫ് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ മല്ലിയില കുറച്ചേ ചേർത്തിട്ടുള്ളൂ. സ്പ്രിംഗ് ഒനിയൻ ലീഫാണ് കൂടുതൽ ചേർത്തേക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഓൾറെഡി വെന്തതാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ നമുക്ക് ഈ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കണം. എങ്ങനെയുണ്ട് ഉപ്പിൻ്റെ പരുവം. നമുക്ക് സ്വല്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഫയർ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് ഉള്ളിയും കാര്യങ്ങളൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ബാക്കിയുള്ള ചിക്കനും ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ വെന്ത് കിട്ടിയത് തന്നെയാണ്. ഇവിടെ നമുക്കൊന്ന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിന് കുറവുണ്ടെങ്കിൽ നമുക്കൊരു 1 നുള്ളി ഉപ്പിടെ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഉപ്പിന് കുറവുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഈ ഒരു മൈദ നമ്മൾ കുഴച്ച് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ചപ്പാത്തിക്ക് ബോൾ ഉരുട്ടുന്ന പോലെ തന്നെ ഓരോരോ ബോളായിട്ട് നമ്മൾ എടുക്കുക. ഇതുപോലെ ബോൾ ഉരുട്ടി എടുക്കുക.
വലിയ വലുപ്പത്തിൽ ബോൾ ഉരുട്ടിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം സൈസായിട്ട് തന്നെ ബോൾ ഉരുട്ടി ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് ചില മൈദ പൊടി ഇട്ട് കൊടുത്ത് നമുക്കിത് പരത്തിയെടുക്കുക. സ്വല്പം മൈദപ്പൊടിയും ഇട്ടിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിനിയും അടപ്പ് വല്ലതും ഉണ്ട്. നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഏതായാലും അടപ്പൊന്നും എടുത്ത് റൗണ്ട് ഷേപ്പ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പം അടപ്പൊക്കെ എടുത്ത് ഇനിയും അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എളുപ്പ പരിപാടിയായിട്ട് അങ്ങനെ ഇതുപോലെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫില്ലിങ് ഓരോന്നിനും ഇട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫില്ലിങ് ഇട്ട് കൊടുത്ത് നമുക്കിത് റോളാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെയാണ്. അറിയാൻ വയ്യാത്തവർക്കൊക്കെ ജസ്റ്റ് ഒരു എളുപ്പ പരിപാടി എടുത്ത് ഇങ്ങനെ ചെയ്താലും മതി. രണ്ടറ്റം കൂടി തന്നെ ഇതുപോലെ ഒന്ന് ആദ്യം അങ്ങ് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് സൈഡും ഇതുപോലെ ഒന്ന് മൈദ അങ്ങ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അകത്ത് വെച്ചേക്കുന്ന ഫില്ലിങ് പുറത്തു പോകില്ല. അതാണ് മെയിനായിട്ടൊരു സംഭവം. പിന്നെ ഈ സാരിയൊക്കെ ഇങ്ങനെ ഞൊറിയുന്ന പോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഫാഷനായിട്ട് നമുക്ക് ആർട്ട് വർക്കൊക്കെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഈ ഒരു ലെവലിൽ അങ്ങ് ചെയ്തു. കാരണം നമ്മൾ ചെയ്യുന്ന ഫാഷനാണ് നമുക്ക് നല്ലതെന്ന് പറയുന്ന പോലെ ഒരു ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ലാത്തൊരു പരുവത്തിൽ തന്നെ ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കൊരു ഭംഗിയായിട്ടൊക്കെ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ടറ്റം കൂടെ അങ്ങ് കൂട്ടി മുട്ടിച്ചിട്ട് പിന്നെ സൈഡ് മൊത്തം അങ്ങ് ഒട്ടിച്ചെടുക്കും. മൈദയല്ല അമുക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് അത് ഒട്ടിക്കിട്ടും. രണ്ട് സൈഡ് ഒട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ അങ്ങ് ഞൊറിഞ്ഞു കൊടുത്താൽ മതി. അപ്പം നല്ലതായിട്ട് തന്നെ നമ്മുടെ ഡൽഹിയിലൊക്കെ ഇങ്ങനെ മൊമോസൊക്കെ മേടിക്കാൻ നേരവും ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഈ ടൈപ്പായിട്ട് അങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു അവിടെയും ഞാൻ കഴിച്ചതൊക്കെ. അതാണ് ഞാൻ ഈ ഒരു ശൈലത്തിൽ അങ്ങ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിപ്പം പ്രധാനപ്പെട്ട ഉദ്ദേശം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ഫില്ലിങ് പുറത്ത് പോകില്ല. അത് മാത്രം ഈ സൈഡൊന്ന് നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് മാത്രമാണ് പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യുക. പിന്നെ ഫാഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമുക്ക് ചെയ്യാം. എൻ്റെ ഫാഷൻ ഇതായിരുന്നു. ഈ ഒരു പരുവത്തിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും റോളുകൾ ഞാൻ ഒപ്പിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയിലൊന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെക്കാൻ നേരം ആ തട്ടിൻ്റെ തൊട്ട് കുറച്ച് താഴെ മാത്രമേ വെള്ളം ഒഴിക്കുക. കാരണം വെള്ളം തിളച്ച് വരാൻ നേരം ഈ തട്ടിൻ്റെ കിഴത്തേക്കകത്തൊരു കയറി വരില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം. സ്വല്പം താത്ത് മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ആ വെള്ളം ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതുപോലെ തട്ടെടുത്ത് വെക്കുക. ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ റോൾ എടുത്ത് വെക്കാം. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് നമ്മൾ ഫില്ലിങ് ചെയ്ത് വെക്കാൻ നേരം ആ പ്ലേറ്റിനകത്തുള്ളിൽ വെച്ചത്. ആ പ്ലേറ്റ് വെക്കാൻ നേരം നമ്മൾ ഇച്ചിരി ഓയിൽ ഇട്ട് കൊടുക്കണേ. കാരണം അത് ഒട്ടിപ്പിടിക്കില്ല. ഇനി അത് വേകുന്ന സമയത്തേക്ക് നമുക്ക് ചട്നി തയ്യാറാക്കാം. ഞാൻ ഒരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് തിരഞ്ഞെടുത്തു. 2 വെളുത്തുള്ളി, ഒരു 5-6 ചെറിയുള്ളി, 1 ടീസ്പൂണാണ്. 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് സോയാ സോസ്, 1 ടീസ്പൂണ് ചില്ലി സോസ്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഒരു സ്പൈസി ആയിട്ടാണ് ചെയ്തത്. ഇനി ഞാൻ 1 ടീസ്പൂണ് വിനീഗർ കൂടി ചേർക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ മാത്രം അരച്ചെടുക്കുക. ഈ തക്കാളിക്കകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. നമുക്കപ്പോൾ ഇതുപോലെ നല്ലൊരു ചട്നി കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ വെള്ളമേ ചേർക്കല്ലേ. ഞാൻ തയ്യാറാക്കിയ വെള്ളം ചേർക്കാതെയാണ്. വെള്ളം ചേർക്കല്. തക്കാളിക്കകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമുക്കിത് ഇതുപോലെ തന്നെ അരിഞ്ഞ് കിട്ടുന്നതാണ്. നല്ലതായിട്ട് തന്നെ നമുക്കൊരു നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. ഇനിയും നമുക്ക് മമൂസിൽ നമ്മുടെ ഉപ്പും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ചട്നി. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചട്നിയുടെ അളവനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം മമൂസിൽ ഉപ്പ് കുറവാണെങ്കിലും ഇവിടെ ചട്നിക്കകത്ത് നമ്മൾ മുഖ്യമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങനെയുണ്ട് ഉപ്പ് നോക്കുക. അപ്പം കറക്റ്റ് തന്നെയായിരുന്നു. 1/4 ടീസ്പൂൺ ആവശ്യമുള്ളായിരുന്നു. അപ്പം നമ്മളെ നല്ലൊരു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മൊമോസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിരിക്കുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും കുക്ക് ചെയ്ത് നോക്കണം. കുക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും എന്നോട് പറയണം, കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ റെസിപ്പി ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.